ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. നിറങ്ങളുടെ ലോകത്താണ് നാം ജീവിക്കുന്നത്. ഓരോ വസ്തുക്കൾക്കും ഓരോ നിറമാണ്. നീലാകാശം, മഞ്ഞ സൂര്യൻ, പച്ചമരങ്ങൾ, അങ്ങനെ വൈവിധ്യമാർന്ന നിറങ്ങളാണുള്ളത്. നിറങ്ങളില്ലാത്ത ലോകത്തെക്കുറിച്ച് സങ്കല്പിച്ചു നോക്കാൻ പോലും കഴിയില്ല അല്ലേ? നിറങ്ങളില്ലാത്ത പ്രകൃതിയും ജീവലോകവും എത്ര ദുഷ്കരമായിരിക്കും. നിറങ്ങൾ തിരിച്ചറിയാൻ സാധിക്കാത്ത എത്രയോ ജീവികൾ ഭൂമുഖത്തുണ്ട്. നിറങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നോക്കാം. നമ്പർ 1, കറുപ്പ്. കറുപ്പ് നിറമാണോ എന്ന ചോദ്യത്തിന് അല്ല എന്നാണ് ശാസ്ത്രത്തിൻ്റെ മറുപടി. നിറങ്ങളില്ലാത്ത അല്ലെങ്കിൽ വർണ്ണരാജിയിലെ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കാത്ത അവസ്ഥയാണ് കറുപ്പ്. നിറം പ്രതിഫലിക്കാതെ വരുമ്പോൾ കണ്ണിലെ കോൺകോശങ്ങൾ ഉത്തേജിപ്പിക്കാതിരിക്കുകയും അത് നമുക്ക് കറുപ്പായി അനുഭവപ്പെടുകയും ചെയ്യുമെന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം. നമ്പർ 2, നീലക്കുറിഞ്ഞികൾ. 12 വർഷത്തിൽ ഒരു വട്ടം പൂക്കുന്ന പുഷ്പമാണ് നീലക്കുറിഞ്ഞികൾ എന്നാണ് നാം പഠിച്ചു വച്ചിട്ടുള്ളത്. കണ്ടെത്തിയ നീലക്കുറിഞ്ഞികളിൽ ഭൂരിഭാഗവും 10 മുതൽ 12 വരെ വർഷങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ എല്ലാ നീലക്കുറിഞ്ഞികളും അങ്ങനെയല്ല. ഓരോ വർഷത്തിലും പൂക്കുന്നവയും 2 വർഷത്തിൽ പൂക്കുന്നവയും 4 വർഷത്തിൽ പൂക്കുന്നവയുമൊക്കെ നീലക്കുറിഞ്ഞികൾക്കിടയിലുമുണ്ട്. പേരുപോലെ നീലയല്ലാത്ത വെള്ള നിറത്തിലുള്ള നീലക്കുറിഞ്ഞികൾ ഇവയിലുണ്ട്. നമ്പർ 3, നിറങ്ങളോടുള്ള ഭയം. നിറങ്ങളോടുള്ള ഭയത്തെ ക്രോമോഫോബിയ എന്നാണ് വിളിക്കുന്നത്. ചില നിറങ്ങളോടുള്ള ഭയത്തിൻ്റെ പേര് നമുക്ക് പരിചയപ്പെടാം. ഓറഞ്ച് അല്ലെങ്കിൽ സ്വർണ്ണ നിറത്തോടുള്ള ഭയമാണ് ക്രിസോഫോബിയ. വെളുത്ത നിറത്തോടുള്ള ഭയമാണ് ലുക്കോഫോബിയ. ബ്രൗൺ നിറത്തോടുള്ള ഭയത്തെ ക്രിസ്റ്റനോഫോബിയ എന്നാണ് പറയുന്നത്. പച്ച നിറത്തോടുള്ള ഭയം പ്രസിനോഫോബിയ. കറുപ്പ് നിറത്തോടുള്ള ഭയമാണ് മെലാനോഫോബിയ. തുടങ്ങി നിറത്തോടുള്ള ഫോബിയകൾ പലതരമുണ്ട്. നമ്പർ 4, മഴവില്ലിൻ്റെ നിറം. 7 നിറങ്ങളാണല്ലേ മഴവില്ലിനുള്ളത്. എന്നാൽ ആഴ്ചയിലെ 7 ദിവസങ്ങളെപ്പോലെ അല്ലെങ്കിൽ സംഗീതത്തിലെ 7 സ്വരങ്ങളെപ്പോലെ ഒക്കെ പറഞ്ഞു പതിഞ്ഞു വന്ന ഒരു കാര്യമാണ് മഴവില്ലിൻ്റെ 7 നിറങ്ങൾ. ധവളപ്രകാശത്തെ പ്രിസത്തിലൂടെ കടത്തിവിട്ടാൽ അവ ഘടകവർണ്ണങ്ങളായി വേർതിരിയുമെന്നും അത്തരം വർണ്ണരാജിയെ സ്പെക്ട്രം എന്നാണ് വിളിക്കാറുള്ളതെന്നും പലരും പഠിച്ചു കാണും. സ്പെക്ട്രം സൂക്ഷ്മ നിരീക്ഷണത്തിനു വിധേയമാക്കിയാൽ ഒരു നിറം എവിടെ നിന്നു തുടങ്ങി എവിടെ അവസാനിക്കുന്നുവെന്ന് കൃത്യമായി രേഖപ്പെടുത്താൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ സ്പെക്ട്രത്തിൽ 8ാമതൊരു നിറം കൂടിയുണ്ടെന്ന് ആരെങ്കിലും അവകാശപ്പെട്ടാൽ ശാസ്ത്രത്തിന് അത് ശരിയെന്നോ തെറ്റെന്നോ പറയാൻ സാധിക്കില്ല. നാം കാണുന്ന നിറത്തെ പദാർത്ഥത്തിലെ ആറ്റങ്ങളുടെ സ്വഭാവം തൊട്ട് കണ്ണിലെ പ്രോട്ടീൻ തന്മാത്രകൾ വരെ സ്വാധീനിക്കുന്നുണ്ട്. പ്രോട്ടീൻ തന്മാത്രകളിലെ ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ച് നിറം തിരിച്ചറിയുന്നതിലും ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെടാം. പ്രോട്ടീനുകൾ നന്നായി പ്രവർത്തിക്കാത്തവരിൽ നിറങ്ങളെ തിരിച്ചറിയാനാവാത്ത വർണ്ണാന്ധത അഥവാ കളർ ബ്ലൈൻഡ്നെസ്സും അധികരിച്ചവരിൽ അദൃശ്യ നിറങ്ങളെപ്പോലും തിരിച്ചറിയാൻ സാധിക്കുന്ന ടെട്രാ ക്രോമാറ്റിക് വിഷനും കാണപ്പെടും. അങ്ങനെ വരുമ്പോൾ മഴവില്ലിൽ 7 അതിൽ കൂടുതലോ നിറങ്ങൾ അനുഭവപ്പെട്ടേക്കാം. നമ്പർ 5, മഞ്ഞ സൂര്യൻ. അധിക പേരും സൂര്യൻ്റെ നിറം മഞ്ഞയാണെന്നാണ് കരുതിയിരിക്കുന്നത്. എന്നാൽ ലേറ്റസ്റ്റ് ഇൻ സ്പേസ് എന്ന ട്വിറ്റർ അക്കൗണ്ടിൽ സൂര്യൻ്റെ നിറം വെള്ളയാണെന്നും അന്തരീക്ഷത്തിലെ പ്രത്യേകത മൂലം മഞ്ഞ നിറത്തിൽ അനുഭവപ്പെടുന്നതാണെന്നും കുറിപ്പ് പങ്കുവച്ചിരുന്നു. അമ്പരപ്പോടെ ലോകം ശ്രദ്ധിച്ച ആ വാർത്ത സത്യമാണെന്ന് സാക്ഷ്യപ്പെടുത്തിയത് നാസയുടെ മുൻ ബഹിരാകാശ യാത്രികനായ സ്കോട്ട് കെല്ലിയാണ്. സൂര്യനിൽ നിന്നുള്ള പ്രകാശത്തിലെ തരംഗദൈർഘ്യം കുറഞ്ഞ നിറങ്ങൾ അന്തരീക്ഷത്തിലെ കണികകളിൽ തട്ടി വിസരണത്തിന് വിധേയമാകുമ്പോൾ തരംഗദൈർഘ്യം കൂടിയ നിറങ്ങൾക്ക് കൂടുതൽ ദൂരം അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് സൂര്യൻ്റെ നിറം മഞ്ഞയായും ചുവപ്പായും നമുക്ക് അനുഭവപ്പെടുന്നത്.
എന്നാൽ ഇവയൊന്നുമില്ലാത്ത ഭൗമാന്തരീക്ഷത്തിന് പുറത്തു നിന്നും സൂര്യനെ നോക്കുന്ന ഒരാൾക്ക് സൂര്യൻ്റെ നിറം വെള്ളയായാണ് അനുഭവപ്പെടുക. നമ്പർ 6 ബ്ലാക്ക് ബോക്സ്. പേരുപോലെ ബ്ലാക്ക് ബോക്സ് കറുത്ത നിറമല്ല. വിമാനം അപകടത്തിൽപ്പെട്ടാൽ ആദ്യം അന്വേഷിക്കുന്ന വസ്തുവാണ് ബ്ലാക്ക് ബോക്സ്. ടൈറ്റാനിയം കൊണ്ട് നിർമ്മിക്കുന്ന ബ്ലാക്ക് ബോക്സ് വിമാനത്തിൻ്റെ സാങ്കേതികതയും യാത്രാ റൂട്ടും തത്സമയം രേഖപ്പെടുത്തുന്ന റെക്കോർഡറാണ്. വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സിൻ്റെ നിറം ഓറഞ്ചാണ്.